السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസ് സാധാരണ ദിവസങ്ങളിലെ മജ്ലിസ് പോലെയല്ല. ഒരുപാട് സന്തോഷങ്ങളും പ്രത്യേകതകളും മഹത്വങ്ങളും നിറഞ്ഞ ഒരു മജ്ലിസാണ് ഇന്നത്തേത്. എല്ലാ ആളുകളും മുഴുവനായി പങ്കെടുക്കുകയും ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹുവെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇന്നത്തെ രാവ് ലൈലത്തുൽ ഖദറിനെ കൂടുതൽ പ്രതീക്ഷിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർക്ക് സാധ്യത പറഞ്ഞ ലൈലത്തുൽ ഖദറിന്റെ 27-ാം രാവാണ്. അള്ളാഹുവെ, ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് ഈ രാവിൽ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ലൈലത്തുൽ ഖദറിന്റെ രാവും അന്നത്തെ പകലും 27ന്റെ പകലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രദ്ധിക്കണം. സദഖകൾ ചെയ്യണം. അള്ളാഹുവെ, നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ഓരോരുത്തരും സ്വർഗ്ഗലോകത്തൊരു കൊട്ടാരം പണിയാൻ പോവുകയാണ്. അതിനുള്ള ഒരു പണി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിലുണ്ട്. അള്ളാഹുവെ, നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ സ്വർഗ്ഗലോകത്ത് ഞങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു കൊട്ടാരം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ മജ്ലിസ് സ്വീകരിച്ച് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. അള്ളാഹുവെ, കഴിഞ്ഞ റമളാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് 6 അടി മണ്ണിലാണ് റഹ്മാനെ. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയൊക്കെ നാളെ ജന്നാത്തുൻ നഈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലൈലത്തുൽ ഖദർ ഒരു വെറും രാവല്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള, ഏകദേശം 83 വർഷത്തിലധികം കൂടുതൽ ഇബാദത്തുകൾ, മുഴുവനായി ഇബാദത്തുകൾ ചെയ്യുന്നതിനേക്കാൾ മഹത്വമുള്ള ഒരു രാവാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ലൈലത്തുൽ ഖദർ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മുൻകാലത്ത് ബനൂ ഇസ്രായേലരൊക്കെ ഒരുപാട് വർഷങ്ങൾ, 900-ഉം 1000-ഉം ഒക്കെ വർഷം ജീവിച്ചവർ, അവർക്ക് ലഭിച്ച ആ സൗഭാഗ്യം അത് സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കഥകൾ ഇങ്ങനെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്തിന് വല്ലാത്ത സങ്കടം. അള്ളാഹു, ഞങ്ങൾക്ക് അത്രയും ആയുസ് ലഭിച്ചില്ലല്ലോ, 60-ന്റെയും 70-ന്റെയും ഇടയിലാണല്ലോ ഞങ്ങളുടെ ആയുസ്സുള്ളത്. അങ്ങനെയാണ് അല്ലാഹു തആല ആയത്തിറക്കുന്നത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിൽ മലായികത്ത് ഇറങ്ങും, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഈ രാവിൽ വർഷിക്കും. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ അതൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ ആ സ്വർഗ്ഗലോകത്ത് നമ്മൾ കൊട്ടാരം പണിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആദ്യമായി എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. ഇന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ പൂർണ്ണമായി കാവൽ ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ ഖുർആനിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم.
ആദ്യമായി നമ്മൾ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറുക്കാൻ വേണ്ടി അതൊക്കെ നീയത്താക്കിക്കൊണ്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് അതിൻ്റെ അർത്ഥം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാ തെറ്റുകളിലും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇനി ആ തെറ്റിലേക്കൊന്നും മടങ്ങൂല എന്ന ദൃഢനിശ്ചയത്തോടെ നമുക്ക് ചൊല്ലാം ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു ഗഫൂറാണ്, അവൻ ഗഫാറാണ്, കൂടുതൽ പൊറുക്കുന്നവനാണ്, പൊറുക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ വലിയ പ്രതീക്ഷയർപ്പിച്ച് നമ്മൾ ചൊല്ലുകയാണ് ഇസ്തിഗ്ഫാർ 50 തവണ. എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലൂ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. أستغفر الله العظيم. 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 അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ നീ ഖബൂലാക്കണേ അല്ലാഹ്. ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ പുറത്തു തരണേ അല്ലാഹ്. നീ കൂടുതൽ പൊറുക്കുന്നവനാണല്ലോ. പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് ഈ മഹത്തായ രാവിലെ ഇസ്തിഗ്ഫാർ ചൊല്ലിയതിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ പുറത്തു തരണേ അല്ലാഹ്. രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. അറിഞ്ഞ് ചെയ്ത തെറ്റുകളുണ്ട്, അറിയാതെ ചെയ്തതുണ്ട്. അല്ലാഹ്, എല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഏറ്റവും ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഇസ്മാണ് ഗഫാർ. കൂടുതൽ പൊറുക്കുന്നവനാണല്ലോ നീ. അല്ലാഹുവേ, 33 തവണ നിന്റെ ആ ഇസ്മ ഞങ്ങൾ പറയുകയാണ്. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. എല്ലാവരും ചൊല്ലിക്കോ 33 തവണ. യാ ഗഫാറു യാ അല്ലാഹ്. 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 യാ ഗഫാറു യാ അല്ലാഹ്.
يا غفار يا الله 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 غفاراയ രാജസയ്യിദായ അല്ലാഹ് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ് ചെയ്തു പോയ തെറ്റുകളൊന്നും ആഖിറത്തിലേക്ക് മാറ്റിവെച്ച് ഞങ്ങളെ ശിക്ഷിക്കല്ല റഹ്മാനേ നരകത്തിൻ്റെ ചൂട് താങ്ങാൻ ഞങ്ങൾക്ക് കഴിയൂല അല്ലാഹ് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ് നീ മാപ്പാക്കണേ റഹ്മാനേ നീ പുറത്തു തരണേ അല്ലാഹ് നരകം സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല നരകം സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല അല്ലാഹ് ദുനിയാവിൻ്റെ തീൻ്റെ ചൂട് തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹുവേ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ് നമ്മുടെ ദിക്ർ ചൊല്ലുകയാണ് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ സ്വർഗം ചോദിക്കുകയാണ് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ് 33 തവണ ചൊല്ലാം اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار
وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ കുടുംബത്തെയോ ഭാര്യയെയോ ഭർത്താവിനെയോ ആരെയും റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കളെയോ ആരെയും നരകത്തിൻ്റെ വിറകുകളാക്കല്ല അല്ലാഹ്. നരകത്തിൻ്റെ വിറകുകളാക്കല്ല അല്ലാഹ്. സ്വർഗാവകാശികളാക്കണേ അല്ലാഹ്. ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല, എന്നാലും തരാൻ നിനക്ക് നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗത്തിൽ കൊട്ടാരം നൽകണേ അല്ലാഹ്. മുത്തുനബിയൊക്കെയുള്ള ആ സ്വർഗത്തിൽ അല്ലാഹ് ചെറിയൊരിടമെങ്കിലും തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനേ. നിന്റെ അഫ്വല്ലാതെ ഞങ്ങൾക്കൊന്നും നിന്നോട് ചോദിക്കാനില്ല അല്ലാഹുവേ. നിന്റെ അഫ്വ് അതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ റഹ്മാനായ റബ്ബേ. ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. നീ അഫ്വ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവനാണല്ലോ. നീ വലിയ ഗഫാറാണല്ലോ. നീ അഫ്വ് ചെയ്യുന്നവനാണല്ലോ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനേ. എല്ലാവരും 33 തവണ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. اللهم إنك عفو تحب العفو فاعف عني. 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 اللهم إنك عفو تحب العفو فاعف عني.
اللهم إنك عفو تحب العفو فاعف عني 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 അല്ലാഹുവേ ഞങ്ങളോട് അഫൂ ചെയ്യണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണേ അല്ലാഹ് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഈ രാവിൽ ഞങ്ങൾ ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതുകയാണ് ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ തരണേ അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഞങ്ങൾ വിജയിപ്പിക്കണേ അല്ലാഹ് വേറെ ഞങ്ങൾക്കൊന്നിലും പ്രതീക്ഷയില്ല നിന്റെ മഹ്ലായ ഫള് കൊണ്ട് അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ എല്ലാവരും ആത്മാർത്ഥമായി ഓതുക സൂറത്തുൽ ഖദ്ർ ഇന്നാ അൻസൽനാഹു സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر
تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر الله ഈ ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള ഈ മഹത്തായ രാവ് ഞങ്ങൾക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ഇനി നമ്മൾ ചൊല്ലുന്നത്, നമ്മൾ ഓതാൻ പോകുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. വിശുദ്ധ ഖുർആനിന്റെ 1/3 3 തവണ ഓതിയാൽ വിശുദ്ധ ഖുർആൻ ഖത്മ ചെയ്ത പുണ്യമാണ്. അല്ലാഹുവേ, ഇഖ്ലാസ് സൂറത്ത് ഞങ്ങൾ ഓതുകയാണ്, ഒരു 11 തവണ ചൊല്ലുകയാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഇനി നമ്മൾ ഓതുന്നത് സൂറത്തുൽ കാഫിറൂനയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വിശുദ്ധ ഖുർആനിന്റെ 4/1. അല്ലാഹുവേ, ഞങ്ങൾ ഓതുന്ന സൂറത്തുകളിലൊക്കെ മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് ഈ ലൈലത്തുൽ ഖദർ നൽകണേ അല്ലാഹ്, നീ നൽകണേ റഹ്മാനേ. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين بسم الله الرحمن الرحيم.
قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين إن شاء الله ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തസ്ബീഹാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന തസ്ബീഹാണ്. ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ അല്ലാഹുവിന് ഇഷ്ടം, അവൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമ്മൾ തസ്ബീഹ് ചൊല്ലുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله ഇനി അഫ്ളലു ദിക്റായ ഈ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ തഹ്ലീൽ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം തഹ്ലീൽ കൂടി നമ്മൾ ചൊല്ലുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. അല്ലാഹുവിൻ്റെ ഇലാഹി ഉലൂഹിയത്തിന്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന ആ ഒരു തൗഹീദിനെ ഉയർത്തിപ്പിടിക്കുന്ന വാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവെ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. അതിനെ ഇതൊക്കെ ഈ ഒരു മജ്ലിസ് നീ കാരണമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവെ, ഞങ്ങൾ ചൊല്ലുന്ന ഈ തഹ്ലീൽ നീ ഖബൂലാക്കണേ അല്ലാഹ്. ജദ്ദിദു ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ തഹ്ലീലിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് മരണം ഖൈറാവുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളാരെയും മുർത്തദ്ദുകളാക്കി ഞങ്ങളാരെയും നീ മരിപ്പിക്കല്ല റഹ്മാനെ. മുഅ്മിനീങ്ങളാക്കി സ്വാലിഹീങ്ങളാക്കി മുത്തഖീങ്ങളിൽ ഉൾപ്പെടുന്നവരായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുദൂർ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനേ. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഏറ്റവും നല്ലൊരു മാർഗമുണ്ട്. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സദഖതു തുത്ഫിഉൽ ഖതീആ. സദഖ ചെയ്യുന്നതിലൂടെ നമ്മുടെ തെറ്റുകൾ മായ്ക്കപ്പെടുന്നതാണ്. കമാ യുത്ഫിഉൽ മാഉൻ നാർ. എങ്ങനെയാണോ വെള്ളം തീയെ കെടുത്തി കളയുന്നത്, അതേ പ്രകാരം നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ മായ്ച്ച് കളയുന്നതാണ് ഓരോ സദഖയും. പ്രിയമുള്ള മുഅ്മിനേ, ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഈ രാവിൽ, ഇതിൻ്റെ പകലിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ കഴിയണം. അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്ത് അനുസരിച്ച് നമ്മൾ സദഖ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ, അതിൽ ഭാഗമായാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവനിക്കൊരു കൊട്ടാരം അല്ലാഹു സ്വർഗത്തിൽ പണി കഴിപ്പിക്കുമെന്ന് ആരാണ് പറയുന്നത്? സാദിഖുൽ മസ്ദൂഖ്. നമുക്കൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കാൻ പറ്റിയ നേതാവ് റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്. മുഅ്മിനേ, ഈ ലൈലത്തുൽ ഖദ്റിന്റെ ഈ രാവിൽ നമ്മൾ ഈ സദഖ ചെയ്താൽ, പള്ളിക്ക് നൽകിയാൽ, 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള ഈ രാവിൽ എത്ര സദഖ ചെയ്ത പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. എത്ര കൊട്ടാരങ്ങളാണ് നമുക്ക് സ്വർഗത്തിൽ പണി കഴിപ്പിക്കുന്നത്. 1000 മാസങ്ങളെക്കാൾ 83 വർഷത്തിനേക്കാൾ നമ്മൾ സദഖ ചെയ്തതുപോലെയായില്ലേ? പ്രിയമുള്ള മുഅ്മിനേ, ഒരിക്കലും പാഴാക്കി കളയരുത്. ഒരിക്കലും പാഴാക്കി കളയരുത്. നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത്, നമ്മുടെ സാമ്പത്തികമനുസരിച്ച് മുഅ്മിനീങ്ങളെ ഇതിലേക്ക് സദഖ ചെയ്യണം. നമ്മുടെ പള്ളിയുടെ നിർമ്മാണ ഫണ്ടിലേക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും നല്ല സമയമായതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന 27-ാം രാവിലേക്ക് ഞാനിത് മാറ്റിവെച്ചത്. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയും, ഇന്നല്ലെങ്കിൽ നാളെ പോകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. അടുത്ത റമളാനിൽ നമ്മൾ ആരാണ് ഉണ്ടാവുക എന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. പക്ഷേ നമ്മൾ അടുത്ത റമളാനിലില്ല എങ്കിലും നമ്മൾ കൊടുത്ത പണം കൊണ്ട്, നമ്മൾ ചെയ്ത സദഖ കൊണ്ട് ഉണ്ടാക്കിയ പള്ളി അവിടെയുണ്ട്. ആ പള്ളിയിൽ വാങ്ക് വിളിക്കുന്നുണ്ട്, അവിടെ നിസ്കാരങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ ജുമുഅ നടക്കുന്നുണ്ട്, അവിടെ മറ്റ് സൽക്കർമ്മങ്ങൾ നടക്കുന്നുണ്ട്, ഖുർആനോത്തുകളും ദിക്റിന്റെ മജ്ലിസുകളും നടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി തറാവീഹുകളും മറ്റ് ഇബാദത്തുകളെല്ലാം നടക്കുന്നുണ്ട്. എത്ര ഖിയാമത്ത് നാൾ വരെ അത് നടക്കുമ്പോൾ, മുഅ്മിനീങ്ങളെ, നമ്മൾ 6 അടി മണ്ണിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന പ്രകാശമാണ് ഇന്നത്തെ രാവിൽ നമ്മൾ ഉണ്ടാകുന്നത്. അസ്സദഖ,
അസ്സദഖതു ലില്ലാഹ്. മാത്രമല്ല സ്വർഗലോകത്ത് കൊട്ടാരങ്ങൾ പണി കഴിപ്പിക്കുകയാണ്. ഇത്രയും നല്ല ഒരു രാവിൽ നമ്മൾ ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്യാൻ പോവുകയാണ്, സദഖ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉള്ളവരെല്ലാവരും ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യണം, അല്ലെങ്കിൽ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾ അയക്കണം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. പള്ളിക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവി ഉണ്ടാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുമലിൽ കല്ലുകൾ വെച്ചിങ്ങനെ പണിയെടുക്കുകയാണ്. അപ്പൊ സ്വഹാബത്തിന് വല്ലാത്ത സങ്കടം. എന്തിനാണ് നബിയെ, ഞങ്ങൾ പണിയെടുക്കൂലേ, അങ്ങൊന്ന് മാറി വിശ്രമിച്ചാൽ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്, റാഹത്താണ്, അങ്ങ് അവിടെ പോയിരുന്നോളൂ നബിയേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണെന്നറിയോ? ഇല്ല സ്വഹാബാ, ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പണിയല്ലേ, ഇവിടെ ഞാൻ മാറി നിൽക്കൂല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണി തുടരുകയാണ്. അപ്പോഴാണ് സ്വഹാബത്തുല്ലാവരും അവരുടെ കയ്യിലുള്ളതെല്ലാം ധർമ്മം ചെയ്യാൻ തുടങ്ങി. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ധനികനായിരുന്നു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കയ്യിലുള്ള ഭൂരിഭാഗം സ്വത്തും സദഖ ചെയ്യുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നു മുതൽ ഇതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ഒരു പ്രയാസവുമില്ല, ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുഅ്മിനീങ്ങളെ, സദഖയുടെ മഹത്വമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആഖിറത്തിൽ, നമുക്ക് ഖബറിൽ അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സദഖ, സ്വർഗലോകത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന സദഖ, അള്ളാഹുവിൻ്റെ ഭവനത്തിന് നൽകുന്ന ഈ സദഖ എല്ലാവരും ഇപ്പോൾ തന്നെ നൽകുക. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മനസ്സിൽ നിയ്യത്തുകളൊക്കെ വെച്ചുകൊണ്ട് ഇതിലേക്ക് സംഭാവന ചെയ്യുക. മുറാദുകൾ ഹാസിലാകാൻ, കടങ്ങൾ വീടാൻ, രോഗങ്ങൾ ശിഫയാകാൻ, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട്, മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഉദ്ദേശിച്ചുകൊണ്ട്, അവരുടെ ബർസഖ് ജീവിതം റാഹത്തിലാകാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയിലേക്ക് നിങ്ങൾ സദഖ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, സദഖയുടെ മഹത്വം കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് ദുആ സ്വീകരിക്കപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ദിക്റുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ദിക്റാണ്. അത് ചൊല്ലിയാൽ ദുആക്ക് കൂടുതൽ ഇജാബത്ത് ലഭിക്കും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു 11 തവണ ഈ ദിക്റ് ചൊല്ലാം. എല്ലാവരും ഒരുമിച്ച് ചൊല്ലാം. നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടണം, നമുക്ക് ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടണം എന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുകയാണ്. എല്ലാവരും കൂടെ ചൊല്ലുക. അർത്ഥം കൂടി പറയാ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ, നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനായി ഇരിക്കുന്നു. അല്ലാഹുവേ, ഈ ഒരു മഹത്തായ ദിക്ർ ഞങ്ങൾ ചൊല്ലാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ഒരുമിച്ച് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت
സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. സദഖ ഞങ്ങൾ പള്ളിക്ക് വേണ്ടി, നിന്റെ പള്ളിക്ക് വേണ്ടിയാണ് ഞങ്ങൾ സദഖ ചെയ്തിട്ടുള്ളത്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന് പകരമായി ഞങ്ങൾക്ക് കൊട്ടാരം നൽകണേ അല്ലാഹ്. സ്വർഗത്തിലൊരു കൊട്ടാരം ഈ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. ഈ മജ്ലിസോടെ നമ്മുടെ ദിക്റുകളും ദുആകളും അവസാനിപ്പിക്കരുത്. സ്വന്തമായിരുന്ന ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി തൗബ ചെയ്ത് ദുആ ചെയ്ത് നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് അതൊക്കെ ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് ഒരുപാട് ആളുകൾ. പലരുടെയും മാതാപിതാക്കൾ 6 അടി മണ്ണിലാണ്. ജ്യേഷ്ഠ സഹോദര സഹോദരിമാരൊക്കെ മരിച്ചവരുണ്ട്, മക്കൾ മരിച്ചവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അപ്പം അവരൊക്കെ നീയത്താക്കി യാസീനോദണം ഓതാൻ പ്രയാസമുള്ളവർ നമ്മുടെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹോം പേജിൽ നോക്കിയാൽ കാണാം. മരണപ്പെട്ടവർക്കുള്ള യാസീനും അതിൻ്റെ ദുആയൊക്കെ ഉണ്ട്. അത് നോക്കി കേട്ട് ഒരുമിച്ച് തെറ്റില്ലാതെ ഓത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുക. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, ഇത്രയും സമയം ഞങ്ങൾ നിന്റെ ദിക്റിലായി ചെലവഴിച്ചത്, ഇൽമ് കേൾക്കാൻ വേണ്ടി ചെലവഴിച്ചത്, ഞങ്ങൾ സദഖ ചെയ്തത്, പള്ളിക്ക് വേണ്ടി നൽകിയത് ഒക്കെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിൻ്റെ ഒക്കെ സവാബിനെ മുത്തുനബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസാക്കണേ അല്ലാഹ്. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസാക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ ഇഷ്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. അല്ലാഹുവേ, മുത്തുനബി തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്കും കുടുംബത്തിനും നൽകണേ റഹ്മാനെ. മറ്റുള്ള മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. അവരുടെയൊക്കെ മദദിനും തിരുനോട്ടത്തിനും എല്ലാം ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ സഹായം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. അല്ലാഹുവേ, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. എണ്ണിയാൽ തീരാത്തത്രയും നീ തന്ന ഒരു നിഅമത്തിനും പകരം വെക്കാൻ ഞങ്ങളുടെ അടുത്ത് അമലില്ല. അല്ലാഹ്, ഞങ്ങളുടെ മുഴുവൻ തെറ്റുകളും നീ മായ്ച്ചു കളയണേ അല്ലാഹ്. ഞങ്ങൾ സദഖ ചെയ്തവരാണ്, നിന്റെ പള്ളിക്ക് വേണ്ടി ചെയ്തവരാണ്. അല്ലാഹ്, വെള്ളം തീയിനെ കെടുത്തിക്കളയുന്നത് പോലെ സദഖ ചെയ്യുന്നത് ഞങ്ങളുടെ തെറ്റുകളെ പൊറുക്കുമെന്ന് മായ്ച്ചു കളയുമെന്ന് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്. അവിടുന്ന് സ്വാദിഖുൽ മസ്ദൂഖാണ്, തെറ്റ് പറയൂല, കളവ് പറയൂല. അല്ലാഹ്, ഞങ്ങൾക്കതിൽ വലിയ പ്രതീക്ഷയാണ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. നീ പുറത്തു തരണേ റഹ്മാനേ. അല്ലാഹ്, ജാരിയായ സദഖയായി നാളെ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ആ പള്ളിയിൽ ഓതുന്നതിൻ്റെയും നിസ്കരിക്കുന്നതിൻ്റെയും വാങ്ക് വിളിക്കുന്നതിൻ്റെയും എന്തൊക്കെ അവിടെ ഇൽമിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു, ദിക്റിൻ്റെ മജ്ലിസുകൾ, എല്ലാത്തിൻ്റെയും സവാബ് ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളുടെ ഖബർ പ്രകാശിക്കാൻ അതൊരു കാരണമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണം ഞങ്ങൾ ഒരു നിഅമത്തും നീ എടുത്തു കളയല്ലേ അല്ലാ. മരണം വരെ പൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ അസുഖമുള്ളവരുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാം ഞാൻ ഓർക്കുന്നു. അല്ലാഹ് എന്നോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടോ, കമന്റിലൂടെയും അല്ലാതെയും ഒക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹ് എല്ലാവരുടെയും അസുഖങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. ട്യൂമറുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, തലവേദന സഹിക്കാൻ കഴിയാത്തവരുണ്ട്. അല്ലാ നീ ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ ഉള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ അതുപോലെ തന്നെ പല ഉമ്മമാരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്കുള്ളവരുണ്ട്. അല്ലാഹുവേ ഒരു ചെറുപ്പക്കാരൻ ഉമ്മാക്ക് വേണ്ടി 3 ബ്ലോക്കുണ്ട്, ശിഫക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. പല ആളുകളും വിളിച്ച് ആണ്ടിൻ്റെ സമയമാണ്, റമദാനിൽ മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്തുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് വേണ്ടി ആണ്ടിൻ്റെ സമയമാണ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. ബർസഖി ലോകത്തെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാ. ചെയ്ത ഹസനാത്തുകൾക്കൊക്കെ വലിയ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ചെയ്ത തെറ്റുകളൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയൊക്കെ നാളെ ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മുത്തുനബിയുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അർശിന്റെ തണൽ നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ നൽകണേ അല്ലാ. ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ പ്രയാസങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുടുംബങ്ങളിലെ പ്രയാസം പറഞ്ഞവരുണ്ട്. അല്ലാഹ് അതൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹ് കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. വീടുകളിൽ റാഹത്ത് നൽകണേ അല്ലാ. മനസ്സിന് സമാധാനമില്ല ഉസ്താദേ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ നീ നല്ല മനസ്സമാധാനം നൽകണേ അല്ലാ. അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും നീക്കണേ റഹ്മാനേ. മക്കൾ വഴികേടിലായിട്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. ഇന്നലെയും ഒരു സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മകൻ ഗൾഫിൽ പോയി ഉമ്മയെ നോക്കുന്നില്ല, ഭാര്യയെ നോക്കുന്നില്ല, മക്കളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അല്ലാ ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആരെയും വഴിപിഴപ്പിക്കല്ല റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എക്സാമുകൾ എഴുതിയ മക്കളുണ്ട്, നീ നല്ല വിജയം നൽകണേ അല്ലാ. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകൾക്കൊക്കെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം മോശമായിട്ട് പ്രയാസപ്പെടുന്നവർ ദുആ ചെയ്യാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട്. അല്ലാ എല്ലാവരുടെയും ഭർത്താക്കന്മാർക്ക് നല്ല സ്വഭാവം നൽകണേ അല്ലാ. ദുശീലങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. സ്നേഹം നൽകണേ അല്ലാ. ഭാര്യമാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവരുടെയും സ്വഭാവം നന്നാക്കണേ അല്ലാ. നീ നന്നാക്കണേ റഹ്മാനേ. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ കാക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. അതിനുള്ള വഴികളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സാമ്പത്തിക ശേഷി നൽകണേ അല്ലാ. ജോലി നൽകണേ അല്ലാ. ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാ നിന്നോട് ചോദിക്കാൻ ഒരുപാടുണ്ട് അല്ലാ, ഒരുപാടുണ്ട്.
ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ, ഞങ്ങൾ ചോദിക്കാൻ ബാക്കി വെച്ചത് എന്തൊക്കെയുണ്ടോ, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നിനക്ക് ഞങ്ങളെക്കാൾ അറിയുന്നവനാണ് അല്ലാ. നീ അതൊക്കെ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാവരും ആത്മാർത്ഥമായി ഇനി ഒറ്റക്കൊന്ന് ദുആ ചെയ്യാം. കൂട്ടമായി നമ്മൾ ദുആ ചെയ്തു. നമുക്ക് ചോദിക്കാൻ വേറെയും ഒരുപാടുണ്ട്. ഈ ഉസ്താദ് ചോദിക്കാത്തത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എല്ലാവരും കണ്ണടച്ചിരുന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അപ്പം എല്ലാവരും ഒരു കുറഞ്ഞ സമയം അല്ലാഹുവിനോട് ഒറ്റക്കിരുന്ന് ചോദിച്ചോളൂ. നമുക്ക് വേണ്ടതൊക്കെ ഈ രാത്രിയിൽ ഈ പകലിൽ ചോദിച്ചോളൂ. അല്ലാഹു നൽകും, അല്ലാഹു നൽകും. അവൻ കാരുണ്യവാനാണ്, അവൻ റഹ്മാനാണ്, റഹീമാണ്. അവൻ്റെ അടിമകളോട് കരുണ കാണിക്കുന്നവനാണ്. എല്ലാവരും ആത്മാർത്ഥമായി ചോദിച്ചോളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസ് അവസാനിക്കുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പള്ളിയിലേക്കുള്ള സംഭാവന എല്ലാവരും നൽകുക. കഴിയാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടാകും. ക്യാഷ് ഇല്ലാത്ത ആളുകൾ അവർ സഹായിക്കാൻ പറ്റുന്നവരിലേക്ക് ഇതെത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അവരുടെ ആ നല്ല മനസ്സിന്, നെയ്യത്തിന്, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എങ്കിൽ ഞാൻ നൽകിയിരുന്നു എന്ന് കരുതുന്ന ഒരുപാട് പാവങ്ങളായ ആളുകളുണ്ടാകും. അല്ലാഹുവേ, അവർക്കൊക്കെ സമ്പത്ത് കൊടുക്കണേ അല്ലാ, അവർക്കൊക്കെ സമ്പത്ത് കൊടുക്കണേ അല്ലാ. 10 രൂപ കഴിയുന്നവർ 10 രൂപ അയക്കുക, 50 കഴിയുന്നവർ 50, 100 കഴിയുന്നവർ 100, 500, 313. ചില ആളുകൾക്ക് അല്ലാഹു വലിയ നിഅമത്തുകൾ തന്നിട്ടുണ്ടാകും. 5000, 10000, 20, 25, അതിനേക്കാൾ കൂടുതലും സംഖ്യകളൊക്കെ തരാൻ പറ്റുന്നവരുണ്ടാകും. ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അതൊക്കെ എനിക്ക് ഉപകരിക്കുന്നതാണ്. പള്ളി ഖിയാമത്ത് നാൾ വരെ അവിടെ നടക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ എൻ്റെ ഖബറിലേക്ക് എത്തണം എന്ന നല്ലൊരു വിശ്വാസത്തിൽ സ്വർഗത്തിൽ പോകുമ്പോൾ എനിക്ക് അല്ലാഹുവിടെ കൊട്ടാരം പണിതു വെക്കുന്ന ആ ഒരു കാഴ്ച, അല്ലാഹുവേ, 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 ഞങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകൾ നൽകി ഇതിലേക്ക് സംഭാവന ചെയ്യാൻ ഞങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മോശമായ പിശാചിൻ്റെ ചിന്തയിൽ നിന്ന്, ഇതിനെ തടഞ്ഞു വെക്കുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാൻ. അല്ലാഹു, ഞങ്ങളുടെ സദഖയെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം എല്ലാ ദിവസവും അസ്ർ നിസ്കാര ശേഷം നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. അതപ്പോൾ കഴിയുന്നവർ അപ്പോൾ തന്നെ കേൾക്കുക. മഗ്‌രിബിന് ശേഷവും ഇശാക്ക് ശേഷം തറാവീഹിന് ശേഷം കഴിയുന്നവർ ആ സമയങ്ങളിൽ കേട്ട്, അല്ലെങ്കിൽ പിറ്റേ ദിവസം പകലിൽ കേൾക്കാൻ കഴിയുന്നവർ അങ്ങനെയും കേട്ട് എല്ലാ ദിവസവും മജ്‌ലിസ് പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വലിയ ഇജാബത്തുള്ള മജ്‌ലിസാക്കി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.